സാർവത്രിക സഭയിൽ തന്നെയും നമ്മൾ ഒരു ഫ്രാൻസിസ് ലെഗസിയിൽ നിന്ന് അഗസ്റ്റീനിയൻ ലയോ ലെഗസിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നാളിൽ മിഷനറി ദൗത്യം എന്താണെന്ന് ആദ്യ ദിവസം തന്നെ പഠിപ്പിച്ച ലയോ മാർപ്പാപ്പ നമുക്ക് വലിയൊരു അടിസ്ഥാന ശില തന്നെയാണ്. ഫ്രാൻസിസ് പിതാവ് അവസാനം പറഞ്ഞതും ഉത്ഥാനത്തെക്കുറിച്ചായിരുന്നു, ഈസ്റ്ററിനെ കുറിച്ചായിരുന്നു. ലയോ പിതാവ് ആദ്യം സംസാരിച്ചതും ഈസ്റ്ററിനെ കുറിച്ചാണ്, സമാധാനത്തെക്കുറിച്ചാണ്. മിഷനറി ശുശ്രൂഷ പാലായുടെ ഹാബിറ്റ് ഓഫ് ഹാർട്ട് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരും നമ്മളെ നിർബന്ധിച്ച് അച്ഛന്മാരോ സിസ്റ്റേഴ്സോ ആയതല്ല. ഈ രൂപതയുടെ ആത്മീയമായിട്ടുള്ള ഉറവിടങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളാണ് അതെല്ലാം. പരിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ റോമിൽ പഠിക്കാൻ വരുന്ന അച്ഛന്മാരോടും വൈദിക വിദ്യാർത്ഥികളോടും പറയുമായിരുന്നു, ഇമ്പരാരെ റോമ, റോമയെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. ക്ലാസ് മുറിയിലിരുന്ന് ടെക്സ്റ്റ് പഠിച്ചാൽ മാത്രം പോരാ, ഇമ്പരാരെ റോമ, റോമിൻ്റെ വഴികൾ, റോമിലെ കെട്ടിടങ്ങൾ, റോമിലെ അയൽവക്കക്കാർ, റോമിലെ ജീവിത സൗകര്യങ്ങൾ, റോമിലെ യാചനക്കാർ, ഇങ്ങനെ മാർപ്പാപ്പ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇമ്പരാരെ റോമ, അത് പുസ്തക പഠനം മാത്രമല്ലല്ലോ, റോമൻ ഈത്തോസ് എന്താണെന്ന് പഠിക്കുകയാണ്. പാലായിൽ നമ്മൾ മിഷനറി സംഗമത്തിന് വരുമ്പോൾ ഈ പാലായ്ക്കൊരു ഹെറിറ്റേജ്, ഈത്തോസ് ഉണ്ട്. അതാണ് നിങ്ങൾ സ്വന്തമാക്കി കൊണ്ടുപോയതും ഇവിടെ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതും. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇവിടെ നിന്ന് ശുശ്രൂഷയ്ക്കായിട്ട് പോയതിന് ശേഷമാണ് അൽഫോൻസാമയും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനും കദലിക്കാട്ടി മത്തായിച്ചനും ദൈവദാസൻ ബ്രൂണോ അച്ഛനും ദൈവദാസി സിസ്റ്റർ കൊള്ളയിട്ടുമൊക്കെ ഈ പാലായിക്ക് കിട്ടിയത്. അതുകൊണ്ട് പാലായെക്കുറിച്ച് നിങ്ങളിവിടെ വരുമ്പോഴെല്ലാം കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട്. പാലായുടെ ഈത്തോസ് സ്വന്തമാക്കേണ്ടതുണ്ട്. ഇവിടെ പ്രവിധാനത്ത് വെച്ച് നമ്മൾ ഈ മീറ്റിംഗ് നടത്തുമ്പോഴും ദൈവദാസനായ മാത്യു കാവുകാട്ട്, മഹാകവി പ്രവിധാനം ദേവിശ്യ സാറ്, തക്കല തമിഴ്നാട് മിഷണറിയായിരുന്ന മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലി, ഈ പള്ളിയുടെ മിഹായേൽ റേസ് മാലാഹ വഴി നമുക്ക് കിട്ടുന്ന ദൈവത്തിൻ്റെ കൃപ, സെൻ്റ് അഗസ്റ്റിനിലൂടെ ഈ പള്ളിയുടെ പ്രത്യേകമായ തിരുനാളും മാധ്യസ്ഥതയും എല്ലാം നമുക്ക് അഗസ്റ്റിനിലൂടെയാണ്. അങ്ങനെ പാലായെക്കുറിച്ചും പ്രവിധാനത്തെക്കുറിച്ചുമുള്ള ആ ഒരു വലിയ ഹെറിറ്റേജ് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മുടെ രൂപതയുടെ മിഷൻ സംഗമം പ്രവിധാനത്ത് വെച്ച് നമ്മൾ നടത്തുന്നതിൻ്റെ കാരണം. വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ദൈവാനുഭവം അറിവും വെളിച്ചവുമാണ്. അത് പകരേണ്ടതും പടർത്തേണ്ടതുമാണ്. ഇന്ത്യ മുഴുവനും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ചിലപ്പോഴെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്, പാലായ്ക്ക് ഇത്ര പ്രത്യേകത എന്താണ്? പാലായുടെ ചില പ്രത്യേകത ഞാൻ പറഞ്ഞു. നമ്മൾ ഓരോരുത്തരുമാണ് പാലാ കൾച്ചർ, പാലായുടെ പ്രത്യേകത, പാലായുടെ മിഷണറി പാരമ്പര്യം, പാലാ പ്രിസർവ് ചെയ്യുന്ന ലിറ്റർജിക്കൽ ഐഡൻറ്റിറ്റി, പാലായുടെ രാക്കുളി തിരുനാൾ, പാലായിലെ സുറിയാനി പണ്ഡിതന്മാർ, പാലായിലെ കോളേജുകൾ, പാലായുടെ കുടുംബ പെസക, പാലാ കുർബലങ്ങാടിൻ്റെ മുത്തിയമ്മ 3 നോമ്പ് കപ്പൽ പ്രദക്ഷിണം, പാലായുടെ സഭാ നേതാക്കന്മാർ, പുണ്യവാന്മാർ, രാഷ്ട്രീയ പൈതൃകം കൊണ്ടു നടക്കുന്നവർ, വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേറിട്ട ശൈലിയിലും ശബ്ദത്തിലും നമുക്ക് പറയാൻ സാധിക്കും.
ഏറ്റവും വലിയ പ്രത്യേകത പാലാ മുഴുവനും കർഷകരാണ് എന്നുള്ളതാണ്. നല്ല കൃഷിക്കാരാണ്. കൃഷിയെക്കുറിച്ചും കർഷകരെക്കുറിച്ചും ലോകത്തോട് സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ അവകാശമുള്ള മിഷണറിമാർ നമ്മളാണ്. പാലാ രൂപത ഇന്നുള്ള ടെറിറ്ററിക്ക് ഉള്ളിൽ നിന്നുള്ള പിതാക്കന്മാർ പള്ളിവീട്ടിൽ പറമ്പിൽ ചാണ്ടി മെത്രാപ്പോലീത്ത, പറയമാക്കൽ തോമ ഗവർണർ, മാർ മാത്യു കാവുകാട്ട്, സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളിൽ, പ്രിയങ്കരനായ വലിയ പിതാവ് ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ, പൗളീനോസ് ജീരകത്ത്, അബ്രാഹം ഇലഞ്ഞിമറ്റും, സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി, ജോൺ പെരുമറ്റും, സിംബോറിയൻ കീപ്പുറത്ത്, പീറ്റർ ഇളമ്പാശ്ശേരി, തെയോഫൈൻ താന്നിക്കുന്നേൽ, അബ്രാഹം മറ്റും, ജോസഫ് മിറ്റത്താനി, ജേക്കബ് തൂങ്കുഴി, തോമസ് മേനാമ്പറമ്പിൽ, ജോസഫ് ശരണകുന്നേൽ, സെബാസ്റ്റ്യൻ വടക്കേൽ, ജേക്കബ് അങ്ങാടിയത്ത്, വിജയാനന്ദ് നെടുമ്പുറം, ജോസഫ് ശ്രാമ്പിക്കൽ, ജേക്കബ് മുരിക്കൻ, കുര്യൻ വലിയ കണ്ടത്തിൽ, ജോസഫ് കൊല്ലംപറമ്പിൽ CMI, ജോസഫ് കൊല്ലംപറമ്പിൽ ഷംഷാബാദ് ഓക്സിലറി, പീറ്റർ കൊച്ചുപുരയ്ക്കൽ, സെബാസ്റ്റ്യൻ കല്ലുപുര, ഗ്രിഗറി കരോട്ടെമ്പറിയിൽ. ഭാഗികമായിട്ട് ആനിക്കുടിക്കാട്ടിൽ തോമസ്, നെല്ലിക്കുന്നേൽ ജോണ്, നെല്ലിക്കുന്നേൽ മാത്യു, ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ളാനി, റമീജു സിഞ്ചനാനി, അലക്സ് താരാമംഗലം, ലോറൻസ് മുക്കുഴി, ബിഷപ്പ് കല്ലറയ്ക്കൽ, പുതിയ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഇലഞ്ഞിയിൽ നിന്നുള്ളത് ജോസഫ് കുന്നത്ത്, അവസാനമായിട്ട് ഞാനും. അങ്ങനെയാണ് 39 പിതാക്കന്മാരുടെ കാര്യം പറഞ്ഞത്. നമുക്കത് നിസ്സാരമായ കാര്യമല്ല, ചരിത്രം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന വലിയൊരു കാര്യമാണ്. ആ ഒരു വലിയ ആധ്യാത്മിക നേതൃത്വത്തിൽ നിന്നാണ് നമുക്കിവിടെ ധാരാളം വൈദികർ മിഷണറിമാരായിട്ടും നമ്മുടെ രൂപതയ്ക്കും സമർപ്പിതരായിട്ടുള്ള ആളുകളായിട്ടും. നമ്മുടെ അൽമായ മേഖലയും അതുപോലെ തന്നെയാണ്. നമ്മുടെ കേന്ദ്രമന്ത്രി കുര്യൻ സാറ്, റോഷി സാറ്, ഇവരെല്ലാം നമ്മുടെ MLA, ഇവരെല്ലാം MP ഒക്കെ നമ്മുടെ സ്വന്തം ആളുകളാണ്. 6-7 വലിയ ഭവനങ്ങൾ, മിഷണറി ഭവനങ്ങൾ ഇവിടെ പിറന്നതാണ്. പാലായ്ക്കുണ്ടായിരുന്ന മിഷൻ ഹോംസ്, SH സിസ്റ്റേഴ്സ്, സെന്റ് മർത്താസ്, SMS, DHC, ലീജിയൻ സിസ്റ്റേഴ്സ്, ഇതെല്ലാം പാലായിൽ പിറന്നതാണ്, ഇവിടെ പിറന്നതാണ്. അങ്ങനെ നമുക്ക് പലാട്ടുകുന്നേൽ കുഞ്ഞേട്ടനെ പോലെയുള്ള മിഷണറിമാരുമെല്ലാം. അതുകൊണ്ട് എന്താണ് പാലായ്ക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്കിതുപോലെ ധാരാളം കാര്യങ്ങൾ എല്ലാ മേഖലകളെക്കുറിച്ചും, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, അടിസ്ഥാനപരമായിട്ട് കാർഷിക വൃത്തിയെക്കുറിച്ച് എല്ലാം നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന വയലിൽ പിതാവും നമ്മളുടെ പള്ളിക്കാപ്പറമ്പിൽ പിതാവും ഈ രൂപതയുടെ മോൾഡേഴ്സാണ്. ഇതിനെ രൂപപ്പെടുത്തി കൊണ്ടുവന്നതിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് വയലിൽ പിതാവാണ്. പിതാവിൻ്റെ ചിന്തകൾ, പിതാവിൻ്റെ ഇടയലേഖനങ്ങൾ, പിതാവിൻ്റെ ചെറിയ സർക്കുലറുകളെല്ലാം ഒരഗ്നി പോലെ ഇന്നും നമ്മുടെ ഇടയിൽ ഉണ്ട്. അത് നമുക്ക് കൂടുതലായിട്ട് അതൊക്കെ പഠിക്കുന്നതിനും അവിടെ നിന്ന് ഊർജം സമ്പാദിക്കുന്നതിനുമുള്ള വലിയൊരു അവസരം കൂടിയാണ്. നമ്മളുടെ മിഷണറിമാർ ധാരാളം പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് പുതിയ വലിയ സമർത്ഥനായ ഒരു പരിശുദ്ധ പിതാവിനെ കിട്ടിയതിൻ്റെ വലിയ സന്തോഷത്തിലാണ് നമ്മൾ എല്ലാവരും. ആ ഒരു സന്തോഷം പരിശുദ്ധ പിതാവ് ഈ ദിവസങ്ങളിലെല്ലാം പറഞ്ഞു, എൻ്റെ ആഗ്രഹം ബ്രിഡ്ജിങ് ടുഗദർ ആൻഡ് വർക്കിംഗ് ടുഗദർ. എല്ലായിടത്തും പാലം പണിയുക, പാലം പണിയുന്നവരെ പോലെയാവുക, വർക്കിംഗ് ടുഗദർ. അത് സമാധാനപരമായിരിക്കണം. അവിടെയാണ് മിഷൻ്റെ, ആൻഡ്രൂസ് പിതാവ് ഇവിടെ പറഞ്ഞല്ലോ, മിഷൻ യു ഗോ, പോവുക, എല്ലായിടത്തും പ്രസംഗിക്കുക. അത് നമ്മൾ പൂർണ്ണമായ രീതിയിൽ ചെയ്യാത്തത് കൊണ്ടാണ് ഞങ്ങളെ ആരും ക്ഷണിച്ചില്ല എന്ന് പറയുന്ന കോടിക്കണക്കിന് ആളുകൾ ഈ രാജ്യത്തുണ്ട്. ഞങ്ങളോട് ആരും സുവിശേഷം പറഞ്ഞില്ല, ഞങ്ങളെ ആരും ക്ഷണിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ വഴിയോരത്ത് വെറുതെ നോക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ദൗത്യം വളരെ വലുതാണ്. സഭയുടെ വിശുദ്ധമായ പാരമ്പര്യങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ടാബ്ലറ്റ് വീക്കിലി പരിശുദ്ധ ലയോ മാർപ്പാപ്പായെക്കുറിച്ച് ഇന്നലെ എഴുതി, ഹീസ് നൈദർ ലെഫ്റ്റ് നോർ റൈറ്റ് ബട്ട് സെൻട്രിസ്റ്റ്.
ഇടതോ വലതോ അല്ല, എല്ലാത്തിനെയും കൂട്ടിപ്പിടിപ്പിക്കുന്ന സെൻട്രിസ്റ്റാണ്. നടുവിൽ നിന്ന്, കേന്ദ്രസ്ഥാനത്തു നിന്ന് എല്ലായിടത്തോട്ടും ഫലം പണിയുന്ന വലിയൊരു ആധ്യാത്മിക നേതാവായിട്ടാണ് വന്നത്. അതുകൊണ്ട് പരിശുദ്ധ പിതാവിനോട്, ലയോ പിതാവിനോട് ഞാൻ കുർബാനയുടെ പറഞ്ഞല്ലോ, സിംഹമാണ് വന്നിരിക്കുന്നത്, സിംഹമാണ് ലയോ. എല്ലാ കാര്യങ്ങളെയും കൂട്ടി യോജിപ്പിച്ച് പരിശുദ്ധ സഭയുടെ ആ ഒരു പ്രബോധനം നമ്മളിൽ കൂടുതൽ ശക്തമായിട്ട് തരാനായിട്ടുള്ള ദൈവത്തിൻ്റെ വികാരിയായിട്ട് വന്നിരിക്കുന്ന പരിശുദ്ധ പിതാവിനെ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഫ്രാൻസിസ് പിതാവിനെ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം.